എല്ലാ പ്രവാസികളും ഇങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഈ അടുത്ത് എൻ്റെ അടുത്ത് ഒരു സഹോദരൻ സംസാരിച്ചു. അങ്ങ് സൗദി അറേബ്യയിലാണ് ജോലി ചെയ്യുന്നത്. അവൻ എന്നോട് ചില വാക്കുകൾ എന്നോട് പറഞ്ഞു. അതെനിക്ക് വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു. മാത്രമല്ല എനിക്ക് നല്ല രീതിയിൽ വിഷമമുണ്ടായി. അവൻ പറഞ്ഞത് എന്താന്ന് വെച്ചാല്, ഉസ്താദേ ഞാന് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് അൽഹംദുലില്ലാ. നല്ല സാലറി ഉണ്ട് അൽഹംദുലില്ലാ. തുടങ്ങിയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. എന്നിട്ട് അവന് പറഞ്ഞ ഒരു വാക്കുണ്ട് അവസാനമായിട്ട്. നാട്ടിലാണെങ്കിൽ നല്ല സമാധാനമായിട്ടാണ് ഞാൻ ഇരിക്കാറുള്ളത്. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഫാമിലിയെയും അതേപോലെ ഫ്രണ്ട് സർക്കിളിനെയും നല്ല രീതിയിൽ മിസ്സാകുന്നുണ്ടെന്നാണ് അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഫാമിലി ഓർക്കാത്ത ഒരു ദിവസം പോലും അവന് കടന്നു പോയിട്ടില്ല എന്നാണ് എന്നോട് വിളിച്ചു പറഞ്ഞത്. അത് കേട്ടപ്പോൾ നല്ല രീതിയിൽ വിഷമമായിപ്പോയി. പിന്നീട് അവന് പറഞ്ഞത്, ഞാൻ അവരോട് കോളിൽ സംസാരിക്കുന്ന സമയത്ത് അതൊന്നും ഞാൻ കാട്ടാറില്ല കേട്ടോ. ഞാൻ പുഞ്ചിരിയോട് തന്നെ അവരോട് സംസാരിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ കോളൊക്കെ കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇരിക്കാറുള്ളത്. പക്ഷേ മനസ്സിൽ നല്ല രീതിയിൽ വിഷമമാകുന്നുണ്ട് എന്നൊക്കെയാണ് അവൻ എന്നോട് വിളിച്ചു പറഞ്ഞത്. അവന് കോള് കട്ട് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ വിഷമിച്ചിട്ടാണ് ആ ഒരു കോള് കട്ട് ചെയ്തത് എന്നോട് സംസാരിച്ചിട്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രവാസി ജീവിതം എന്ന് വെച്ചാൽ നമ്മളിവിടെ കാണുന്നത് പോലെ അല്ലായിരിക്കും അവരവിടെ ഉള്ളത്. അവർ നല്ല രീതിയിൽ വിഷമിച്ചിട്ടുണ്ടാവാം. നമ്മുടെ ഫാമിലിയൊക്കെ വിട്ടിട്ടാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത്. ചിന്തയെങ്കിലും നിങ്ങൾക്ക് വേണമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നാട്ടിൽ നമ്മൾ ഹാപ്പി ആയിട്ട് അവരയക്കുന്ന പണത്തെയൊക്കെ ചിലവഴിക്കുന്ന സമയത്തും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് അവരെ ഓർത്ത് നിങ്ങൾ അതൊക്കെ ചെയ്യുക എന്നാണ് നിങ്ങളോട് പറയാനുള്ളത്. ഈ വീഡിയോ പ്രവാസി ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ആൾക്കാരെ നയിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാ കാര്യങ്ങളെയും പൂർത്തിയാക്കി കൊടുക്കുമാറാകട്ടെ.